ഈ 3.5 വർഷം ജീസസ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇൻക്ലൂസീവായിട്ട് കൊടുത്ത ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്. അതിനെയാണ് അവരുടെ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കേണ്ട ആൾക്കാരിലേക്ക് പാസ് ചെയ്യേണ്ടത്. അല്ലാതെ ബൈബിൾ എഴുതിയിരിക്കുന്നതോ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നതോ പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്നതോ ലിഖിതങ്ങൾ എഴുതിയിരിക്കുന്നതോ ഇതൊന്നുമല്ല. ലിഖിതങ്ങളെ പ്രസംഗിക്കാനല്ല അയച്ചത്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ്ങിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച അഭിഷേകത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നാണ്, തിരുവെഴുത്തുകളിൽ നിന്നല്ല. ഞാൻ എന്തുകൊണ്ട് ബൈബിൾ വാക്യങ്ങൾ ചില സമയത്ത് കോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റിക്കകത്ത് നിൽക്കുന്ന വ്യക്തികൾ അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് അവർക്ക് കൺവിൻസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ വാക്യങ്ങൾ പലപ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നത് ധാരാളം എൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുക്കുന്നുണ്ട്. ആ ജ്ഞാനത്തിൽ, ദൈവിക ജ്ഞാനത്തിലാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ആ ദൈവിക ജ്ഞാനം പറയുമ്പോൾ തലയിൽ കയറാത്തത് കൊണ്ടും അവർക്കത് ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സില്ലാത്തത് കൊണ്ടും അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന സാധനത്തിനെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് ഭയമായതുകൊണ്ടും അവരതിനെ നിരാകരിക്കുന്നത് കൊണ്ടും അവരോട് ദൈവികമായത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റും പബ്ലിക്കിനോട് ദൈവികമായതൊന്നും പറഞ്ഞിട്ടില്ല അധികം. ഫൈൻ. സോ ജീസസ് എന്താണ് ആ ജനങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് കൊടുത്ത കൽപ്പനകളും ട്രെയിനിങ്ങുകളും മാത്രമാണ്, ആ അഡ്വൈസസ് മാത്രമാണ്. സോ ബൈബിൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ, ഈ പണ്ടാരും ഒരു പഴമൊഴി പറയുമല്ലോ, കാള വെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കാൻ ഓടുന്ന അത്രയും തരം താഴ്ന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഈ സുവിശേഷ പ്രസംഗമായിട്ട് കവലതോളം നടക്കുന്നത്. സോ അവരെയൊക്കെ പിടിച്ച് ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ദുർഗുണ പാഠശാലകളിലോ ഒക്കെ ആക്കേണ്ട സമയം കഴിഞ്ഞു. സോ ഇങ്ങനെ പബ്ലിക്കിനകത്ത് നിന്ന് ഇങ്ങനെ കവലപ്രസംഗം നടത്താനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നില്ല. അത് ന്യൂയിസൻസാണ്, അത് പൊല്യൂഷനാണ്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസാണ്. സോ എന്തിന് പോലീസുകാർ അവരെങ്ങനെ വിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവങ്ങളല്ലേ, ജീവിച്ചു പോട്ടെ, വയറ്റിപ്പഴപ്പിന് വേണ്ടി അല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. എങ്കിൽ ബെറ്റർ ഭിക്ഷ യാചിക്കാൻ പോലും പബ്ലിക്കിനകത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല. ഗവൺമെൻറ് വിലക്കിയിരിക്കുക പബ്ലിക്കിലെ ഭിക്ഷാടനം. അപ്പോൾ ഇതെങ്ങനെ അനുവദിക്കും? സോ ഇത്തരത്തിലുള്ള മാനസിക രോഗികൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കണം, എസ്പെഷ്യലി വെള്ളയും ഇട്ടിറങ്ങുന്ന ക്ലീൻ ഷേവുകാർക്ക്.